الضلال وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلم وما للظالمين من أنصار. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രാമാണികമായി പ്രാവർത്തികമാക്കുന്ന ഉത്ബുദ്ധരായ വിശ്വാസി വിശ്വാസിനികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നേടിയെടുത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ സൗഭാഗ്യവും സന്മാർഗവും ലഭിക്കുന്ന അനുഗ്രഹീതരായ അവൻ്റെ ദാസീദാസന്മാരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 ഖുതുബകളിലായി സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അന്ധവിശ്വാസങ്ങൾ ഏത് വിഷയത്തിലായിരുന്നാലും മനുഷ്യന് സാമ്പത്തികമായും സാൻമാർഗികമായും അതേപോലെ തന്നെ ജീവനും മാനവും അഭിമാനവും എല്ലാം നഷ്ടപ്പെടുത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കി അവനിൽ നിന്നാണ് ഖൈറും ഷർറും എന്ന ഈമാനിക ബോധത്തോടെ ജീവിക്കലാണ് അതിൻ്റെ പരിഹാരം. ഫതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത നാഥനിൽ, മരണമോ മറവിയോ ഇല്ലാത്ത ഒരു സ്രഷ്ടാവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവന്, അങ്ങനെയുള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് അംന് നേടിയെടുക്കാൻ സാധിക്കുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അന്ധവിശ്വാസങ്ങളുടെ കെടുതികൾ തന്നെ അനുസ്യൂതം അനവരതം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഇസ്ലാമിക ഉമ്മത്തിന് അനാചാരങ്ങൾ വരുത്തി വെക്കുന്ന വിനകളും വിനാശങ്ങളും എത്രത്തോളമാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെ അതേ രൂപത്തിലോ അതിൽ കൂടുതലോ അനാചാരങ്ങളും ഈ ഉമ്മത്തിനിടക്ക് പ്രചാരം നേടിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിലെല്ലാം നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് ഈമാൻ എന്താണ്, അതേപോലെ തന്നെ ആചാരങ്ങൾ എന്താണ്, ആഘോഷം എന്താണ്, അനുഷ്ഠാന മുറകൾ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഒരു മുസ്ലിം ജനിച്ച് പക്വതയെത്തി മരിക്കുന്നത് വരെ നിർബന്ധമായും ഐച്ഛികമായും പുണ്യകർമ്മപരമായും നിർവഹിക്കേണ്ട മതകീയ ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാകാതെ പോകുമ്പോൾ പല അനിഷ്ടങ്ങളും തീർച്ചയായും ഉണ്ടാകും. അങ്ങനെയുള്ള നിരവധി അനാചാരങ്ങൾ സമൂഹത്തിൽ പ്രചാരം നേടിയിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു അനാചാരം, എന്നാൽ ഇസ്ലാമിൻ്റെ സാങ്കേതിക സംജ്ഞയെ മറപിടിച്ചുകൊണ്ടാണ് അത് വ്യാപകമായി സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേർച്ചകളുടെ കാലമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമൊക്കെ പല പോസ്റ്ററുകളും അതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വാട്സപ്പ് മെസ്സേജുകളുമൊക്കെയായി വിവിധ തരത്തിലുള്ള നേർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരിശകൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ നേർച്ചകളുടെ വിവിധ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, ബറക്കത്തുകൾ, സാധ്യതകൾ, നിങ്ങൾ ഈ നേർച്ചയിൽ ഇന്ന സ്ഥലത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് ആകർഷിപ്പിക്കുവാറുള്ളത്. നേർച്ചകളെ ഓരോ നാടുകളും പ്രദേശങ്ങളും ഏരിയകളും മാറുന്നതിനനുസരിച്ച് ഉറൂസ് എന്ന് പറയും,
ചില സ്ഥലങ്ങളിൽ നേർച്ച എന്ന് പറയും, ചന്ദനക്കുടം എന്ന് പറയും. ഏത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും നേർച്ച എന്നത് നമ്മുടെ മനസ്സിലേക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ ഇസ്ലാമിക സമൂഹം പൊതുവിലും വിചാരിച്ച് ധരിച്ച് വശായിട്ടുള്ളത് നേർച്ചക്ക് ഒരുപാട് ആളുകൾ സംഗമിക്കണം. ആളുകൾ സംഗമിച്ചാൽ മാത്രം പോരാ, ആനകളും അമ്പാരിയും ഉണ്ടാകണം. അതിൽ നിന്ന് ആനകൾ അതിൻ്റെ നോർമലായിട്ടുള്ള നൃത്തവും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞ് ആന തുമ്പിക്കൈ കൊണ്ടുള്ള ചില ചുഴറ്റുകളൊക്കെ ചുഴറ്റിക്കൊണ്ട് അങ്ങനെയുള്ള രംഗങ്ങളിലേക്ക് വരെ പാതിരാ സമയങ്ങളിൽ ഈ ഉമ്മത്തിലെ ആളുകൾ തടിച്ചുകൂടിക്കൊണ്ട് മൈത്രി രേഖപ്പെടുത്താനാണോ അല്ലാത്തതിനാണോ എന്നറിയില്ല, അത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്നുപെടുന്ന കാഴ്ചകൾ കാണുന്ന സമയത്ത് സങ്കടപ്പെടുകയാണ്. കാരണം ഇതൊക്കെ ഇസ്ലാമിലേക്ക് വരവ് വെച്ചുകൊണ്ടാണ് ആഘോഷിക്കപ്പെടുന്നതും ആചരിക്കപ്പെടുന്നതും. ഒരു ഖബറിന്റെ ഒരു ചുറ്റുപാടുണ്ടാകും. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ വാട്സപ്പിൽ വൈറലായ പുതിയങ്ങാടി നേർച്ച എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള നേർച്ചയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതേ സ്ഥലത്ത് 5 കൊല്ലം മുമ്പ് ആനക്ക് മതമിളകിയിട്ടുണ്ട്. മതമിളകലല്ല എന്നും, മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ സന്മാർഗത്തിനോ ജീവിതത്തിനോ ജീവനോ അപഹരിക്കുന്ന ഒന്നും മതത്തിന്റെ വിധിവിലക്കുകളായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മതം. അതല്ലാത്ത മതങ്ങളും അതല്ലാത്ത ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ സാമൂഹ്യ വിരുദ്ധമാണ്, പ്രാമാണിക വിരുദ്ധമാണ്, മനുഷ്യത്വത്തിന് വിരുദ്ധമാണ്, അവരുടെ സമാധാനം നശിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നേർച്ചയുമായി ബന്ധപ്പെടുത്തിയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേർച്ചയുടെ മറ്റൊരു പേര് ഉറൂസ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിപ്പിക്കും. അതിങ്ങനെ കാരത്തൂർ അജ്മീർ ഉറൂസ് എന്ന് ഞങ്ങളുടെ നാട് പരിസരങ്ങളിൽ കാണാറുണ്ട്. കാരത്തൂർ കുറ്റിപ്പുറം അടുത്തൊരു സ്ഥലമാണ്. അജ്മീർ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലാണ്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് കമ്പൈൻ ചെയ്യപ്പെടുന്നത് എന്ന് അറിയില്ല. അതേപോലെ ഇന്നലെ 4 ദിവസം മുമ്പ് പത്രമെടുത്ത് വായിച്ച സമയത്ത് പാറപ്പള്ളിയിൽ, കൊല്ലം പാറപ്പള്ളിയിലെ ഉറൂസ് ഫെബ്രുവരി 14 ജനുവരി 14 തുടക്കം ഉണ്ടാകുമെന്ന് പറയാം. ഇതേമാതിരി CM മക്കാമ്, കേരളത്തിലെ ഓരോ ജില്ലകളിലും ഇതിന്റെ കേന്ദ്രങ്ങളുണ്ട്. ഒരു ജില്ലയും അതിൽ നിന്ന് ഒഴിവല്ല. അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകൾ കിടക്കും ഇത്തരത്തിലുള്ള ഖബറുകൾ, കേന്ദ്രങ്ങൾ. അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള നേർച്ചകൾ, ചന്ദനക്കുടങ്ങൾ, ഉറൂസുകളൊക്കെ സംഘടിതമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 466-മത്തതോ 566-മത്തതോ ആയി രേഖപ്പെടുത്തിയ ഒരു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പവാണിഭ നേർച്ചയാണ്. അത് നേർച്ച എന്നാണ് പേര്, അപ്പവാണിഭ നേർച്ച. അപ്പോ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അഥവാ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം. 1-2 ഖുതുബകളിലൂടെ ഈ അനാചാരങ്ങളെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയും പ്രാമാണികമായ നേർച്ച നെദർ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം. അപ്പൊ അതിന് ആദ്യം ഇസ്ലാം പഠിപ്പിക്കുന്ന, ഇസ്ലാമിൽ നേർച്ച ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ നേർച്ചയുണ്ട്. വിശുദ്ധ ഖുർആൻ നേർച്ച എന്ന പ്രയോഗം അറബിയിൽ നെദർ എന്ന് ഖുർആനിലെ സൂക്തങ്ങളിൽ എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർച്ചയെ ഹദീസുകളിലൂടെ പരിചയപ്പെടുത്തിയത് ഏത് രൂപത്തിലാണ്? നേർച്ചക്ക് ആനകളുടെ ആവശ്യമുണ്ടോ? ആൾക്കൂട്ടങ്ങളുടെ ആവശ്യമുണ്ടോ? കച്ചവടക്കാരുടെ, പച്ചപ്പരവതാനിയുടെ, പച്ചപ്പുതപ്പിന്റെ, ഖബറിന്റെ, എണ്ണയുടെ, ചന്ദനത്തിരി കത്തിക്കുന്നതിന്റെ, അതേപോലെ തന്നെ വലിയ തരത്തിലുള്ള കരിമരുന്ന് പ്രയോഗത്തിന്റെ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണോ നേർച്ചയായി തീരുന്നത് ഇസ്ലാമികമായി? ചില ആളുകളൊക്കെ ആനക്ക് മതം നൽകി ആളെ ചുഴറ്റി എറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ല, ഞങ്ങളിതൊന്നും പഠിപ്പിച്ചില്ല, എന്നോ ഇതിനെതിരെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സംസാരിച്ചത്? എങ്ങനെയാണ് സംസാരിച്ചത്? നേർച്ചയുടെ നിർവചനമായി, ഡെഫനിഷനായി പഴയ കാലത്ത് ഈ ഉമ്മത്തിൽ എന്താണ് നിങ്ങൾ പഠിപ്പിച്ചത്? എന്തൊക്കെയാണ് ഇസ്ലാമിലെ നേർച്ചയായി വരിക? നേർച്ച അല്ലാത്ത സംഗതികൾ എന്തൊക്കെയാണ്? ഇത് കൃത്യമായി ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെടണ്ടേ? നേർച്ച ഇബാദത്താണോ? അങ്ങനെയെങ്കിൽ ആ ഇബാദത്തിന് അർഹനായവൻ ആരാണ്? നേർച്ച ഇബാദത്താണ് എങ്കിൽ മറ്റുള്ളവരുടെ പേരിൽ നേർച്ച നേരാൻ പാടുണ്ടോ? ഇങ്ങനെ വ്യക്തമായിട്ടാണ് വിശദീകരണം ഉണ്ടാകേണ്ടത്. അതല്ലാതെ ആനയും നേർച്ചയും തമ്മിൽ ബന്ധമില്ല. മുമ്പ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബോധവൽക്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ, അഥവാ സാധാരണക്കാർക്കിടക്ക് നേർച്ച എന്ന് പറയുന്ന സമയത്തുണ്ടാകുന്ന കുറേ ചിന്തകളുണ്ട്, കുറേ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ചിത്രീകരണങ്ങളുമുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും, അഥവാ ഏടുകളിൽ നിന്ന്
പ്രമാണങ്ങളിൽ നിന്ന് നേർച്ചയുടെ വിഷയം അടുത്തറിയുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതും അതുമായി ബന്ധമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. വിശുദ്ധ ഖുർആനില് നേർച്ച വിവിധ അധ്യായങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് എങ്ങനെയാണ്? ഒന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത് ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹി വയുഫജ്ജിറൂനഹാ തഫ്ജീറാ എന്നാണ് അല്ലാഹുവോട് പ്രയോഗിച്ചിട്ടുള്ളത്. അഥവാ നേർച്ച നിറവേറ്റുന്ന ആളുകൾക്ക് അവർ പുണ്യവാന്മാരാണ്. നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം, നിർബന്ധമാണ്. അത് നിർവഹിക്കുന്ന ആളുകൾക്ക് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അറിയിക്കുകയാണ്. സൂറത്തുൽ ഇൻസാനിൽ അങ്ങനെ യൂഫൂന ബിൻ നദിരി, അവർ നേർച്ച പൂർത്തീകരിക്കുന്നവരാണ് എന്ന് 7-ാം സൂക്തത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 35-ാമത്തെ ആയത്തിൽ നദർ എന്നാണ് അറബിയിൽ നേർച്ചക്ക് പറയാ. നദർ എന്ന് പ്രയോഗിച്ചത് ഇത് ഖാലത്ത് ഇംറഅതു ഇമ്രാന റബ്ബി, ഇമ്രാനിന്റെ ഭാര്യ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നേർച്ച നേർന്ന സന്ദർഭം. ഇന്നി നദർതു മാ ഫീ ബത്നി മുഹററാ, അല്ലാഹുവേ എന്റെ ഗർഭസ്ഥ ശിശുവിനെ, എന്റെ വയറ്റിലുള്ളതിനെ നിനക്ക് വേണ്ടി ഞാൻ നേർച്ച നേരുകയാണ്. ബൈത്തുൽ മുഖദ്ദസ് പരിചരിക്കുന്നതിന് വേണ്ടി നിന്റെ മാർഗത്തിൽ ഞാൻ നേർച്ച നേരുകയാണ് എന്ന് കുഞ്ഞിനെ അള്ളാഹുവിന് വേണ്ടി നേർച്ച നേരാൻ. എന്താ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇന്നി നദർത്തു, ഞാൻ തീർച്ചയായും നേർച്ച നേരുകയാണ്. ആർക്കാണ് നേർച്ച നേരേണ്ടത്? പടപ്പുകൾക്കല്ല, സൃഷ്ടികൾക്കല്ല, അമ്പിയാക്കൾക്കല്ല, ഔലിയാക്കന്മാർക്കല്ല, ഏതെങ്കിലും ഖബറുകളിൽ മറമാടപ്പെട്ടവർക്കല്ല. വളരെ വ്യക്തമായി നേർച്ച ഇബാദത്താണ് എന്ന നിലക്ക് മുൻഗാമികളിൽ നിന്ന് നേർച്ച നേർന്ന ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന് പടച്ച റബ്ബ് പഠിപ്പിച്ചു കൊടുത്തത് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ വായിക്കുകയാണ്. അത് ആർക്ക് വേണ്ടിയാ നേർന്നത്? ഇമ്രാന്റെ ഭാര്യ മറിയം റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് നേർന്നത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നേർച്ച നേരുകയാണ്. ആരാണ് നേർച്ച നേരുന്നത്? മറിയം റളിയല്ലാഹു അൻഹയാണ്. മറിയം റളിയല്ലാഹു അൻഹക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കപ്പെട്ടു. ആ സമയത്ത് ആളുകൾ പലതും ചോദിച്ചു, പിതാവില്ലാതെ മറിയം എങ്ങനെയാണ് നിനക്ക് കുഞ്ഞുണ്ടാകുന്നത് എന്ന്. അള്ളാഹു വഹയിലൂടെ അറിയിച്ചു, നീ സമയത്തൊന്നും പ്രതികരിക്കണ്ട, നീ നേർച്ച നേരുക. എന്താണ് നേരേണ്ടത്? ഫഖൂലി, നീ പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഇന്നി നദർതു, ഞാൻ നേർച്ച നേർന്നിരിക്കുകയാണ്, ലിർറഹ്മാനി, പരമകാരുണികനായ പടച്ച റബ്ബിന്, സൗമ, നോമ്പ് ഞാൻ നേർച്ച നേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, നിങ്ങൾ പറയുന്നതിനൊന്നും പറയും പ്രകാരം പ്രതികരിക്കാൻ സാധ്യമല്ല. ഞാൻ ഇന്നൊരാളോട് സംസാരിക്കുകയില്ല. അള്ളാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ബോധനം അനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നേർച്ച നേർന്നു. എന്താ നേർച്ച നേർന്നത്? നോമ്പാണ് നേർച്ച നേർന്നത്. ആർക്കാണ് നേർച്ച നേർന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് നേർച്ച നേർന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന നേർച്ച ഇതാണ്. ഇത് തന്നെയാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത്. അങ്ങനെ നമ്മൾ നേർച്ച നേരുകയാണ് എങ്കിൽ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 270-ാമത്തെ ആയത്ത് കൂടി, വമാ അൻഫഖതും മിൻ നഫഖത്തിൻ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എന്തൊന്ന് ചെലവഴിച്ചാലും, ഔ നദർതും മിൻ നദരിൻ, നേർച്ചയിൽ നിന്ന് എന്തൊന്ന് നിങ്ങൾ നേർച്ച നേർന്നാലും, ഫഇന്നല്ലാഹ യഅലമു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയുന്നതാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അന്യായം പ്രവർത്തിക്കുന്നവർക്ക് സഹായികളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അത് അല്ലാഹ്ക്കറിയും. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് നേർച്ച നേർന്നാലും അത് പടച്ച റബ്ബിന് അറിയുന്നതാണ്. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണോ? അതല്ല അള്ളാഹുവിനോട് കണ്ടീഷൻ പ്രത്യേകം ഉപാധി വെച്ചുകൊണ്ടാണോ? അതല്ല അള്ളാഹ്ക്ക് പുറമെയുള്ള ആളുകളോടാണോ, ശക്തികളോടാണോ, കേന്ദ്രങ്ങളിലാണോ നേർച്ച നേർന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുമെന്ന് പറയാം. അപ്പൊ നേർച്ച ഇസ്ലാമിലുണ്ട്, മുൻഗാമികളിലുണ്ട്. ഭേദഗതികളോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സഹാബികളെ പഠിപ്പിക്കുകയും ചെയ്തു. അതിൽ പ്രവാചകൻ ഈ ഹദീസുകളിൽ നേർച്ചയുമായി ബന്ധപ്പെട്ട പദങ്ങൾ, അതിന്റെ ചർച്ചകൾ, പ്രവാചകൻ അനുയായികൾക്ക് കൊടുത്ത ഇവിഷയമായ ഉപദേശ നിർദ്ദേശങ്ങൾ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ قالت قال النبي صلى الله عليه وسلم من نذر أن يطيع الله
ഫൽയുതിഉഹു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ പറയുകയാണ്, മൻ നദറ, ആരാണോ നേർച്ച നേർന്നത് എങ്കിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ഹറാമായി തീരരുത്, ഷിർക്കായി തീരരുത്, ബിദ്അത്തായി തീരരുത്, അനാചാരമായി തീരരുത്, അനിസ്ലാമികതകളായി തീരരുത്. മറിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, വിധേയപ്പെടുന്ന വിഷയത്തിൽ വിധിവിലക്കുകൾ പാലിച്ച് മാനിച്ചുകൊണ്ട് ആരാണോ നേർച്ച നേരുന്നത് എങ്കിൽ ഫൽയുത്ഉഹു, അവൻ അത് അനുസരിച്ചു കൊള്ളട്ടെ. വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസിഹി, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ, അവന്റെ വിധിവിലക്കുകൾ ലംഘിക്കുന്ന വിഷയത്തിൽ, ഹറാമിലേക്കും അനിസ്ലാമികതകളിലേക്കും അതേപോലെ തന്നെ ഷിർക്കുകളിലേക്കും വഴികേടുകളിലേക്കും സന്മാർഗം നഷ്ടപ്പെടുത്തുന്നതിലേക്കും എത്തിക്കുന്ന നേർച്ചയാണ് നേർന്നത് എങ്കിൽ, നേർച്ചയാണല്ലോ ഇന്നതാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുക എന്നത് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന നേർച്ചയല്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ നേർച്ച നേരുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ കാണുന്ന കെട്ടുകാഴ്ചകളൊന്നുമല്ല നേർച്ച എന്ന് പറഞ്ഞാൽ. അതിനും കൃത്യമായ നിർവചനമുണ്ട്. ഒരു പുണ്യകർമ്മം നിർബന്ധമായി ഞാൻ ചെയ്യുമെന്ന പ്രതിജ്ഞ, ആ ഒരു കരുതലാണ്, ആ ഒരു പ്രതിജ്ഞ എടുക്കലാണ് നേർച്ച എന്ന് പറഞ്ഞാല്. അതാണ്. അതിന് ആൾക്കൂട്ടത്തിന്റെ ആവശ്യമില്ല, ഖബറിന്റെ ആവശ്യമില്ല, ഏതെങ്കിലും തരത്തിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങളുടെ ആവശ്യമില്ല, ചന്ദനത്തിരി കത്തിക്കുകയോ അതേപോലെ തന്നെ ജാറങ്ങളിലേക്ക് എണ്ണ കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് ജാറങ്ങളിലേക്ക് ഉറൂസ് തേടി നേർച്ച പറമ്പുകൾ തേടി യാത്ര തിരിക്കേണ്ട ആവശ്യമില്ല. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഉമ്മത്തിലെ ഏതെങ്കിലും ഒരു അംഗം യാത്ര പോവുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് 3 സ്ഥലങ്ങളിലേക്ക് മാത്രം യാത്ര പ്രതീക്ഷിച്ച് പ്രത്യേക നെയ്യത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ച് പുണ്യം ആഗ്രഹിച്ച് നിങ്ങൾ യാത്ര തിരിക്കുകയാണ് എങ്കിൽ അത് മസ്ജിദുൽ ഹറമിലേക്ക് മക്കയിലേക്ക്, മസ്ജിദുൽ നബവി മദീനയിലേക്ക്, ബൈത്തുൽ മഖ്ദിസ് പലസ്തീനിലേക്ക്, ഈ 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു യാത്രയില്ല. എന്നാൽ ഉള്ളാളിലേക്ക് പോകുന്നവര്, നാഗൂറിലേക്ക് പോകുന്നവര്, അജ്മീറിലേക്ക്, ഏർവാടിയിലേക്ക്, മുത്തുപ്പേട്ടയിലേക്ക്, CM മക്കാമിലേക്ക്, അപ്പവാണിമയിലേക്ക്, പാറപ്പള്ളിയിലേക്ക്, പുതിയങ്ങാടിയിലേക്ക്, അങ്ങനെ വടകരക്കടക്കം പരിചയമുള്ള വിവിധ തരത്തിൽ കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ജാറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസുകളിൽ അതൊക്കെ നേർച്ചയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി യാത്ര തിരിക്കുന്ന മുസ്ലിമേ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നേർച്ചയല്ലാതെ, അള്ളാന്റെ റസൂല് അങ്ങനെ അതൊരു നേർച്ച എന്ന് വിചാരിക്കേണ്ട. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച നേർച്ച എന്ന് പറയുന്നത് ഐച്ഛികമായൊരു കാര്യം, ഒരു പുണ്യകർമ്മം ഞാൻ നിർബന്ധമായി ചെയ്യും എന്നതിനാണ്. പുണ്യകർമ്മം നിർബന്ധമാക്കലാണ്. നിർബന്ധമാക്കിയത് നമുക്ക് നേർച്ചയാക്കാനും കഴിയില്ല. പറയാണ് 5 വക്ത് നമസ്കാരം ഞാൻ നിർവഹിക്കും ഈ ഒരാഴ്ച ജമാഅത്ത് നഷ്ടപ്പെടാതെ എന്ന നിലക്ക് നേർച്ച നേരാൻ പാടില്ല. 5 വക്ത് നമസ്കാരം നിർവഹിക്കുക എന്ന് നിർബന്ധാണ്. വിശുദ്ധ റമദാൻ സമാഗതാകാൻ ഈ വർഷത്തെ റമദാനിലെ ഒരു മാസക്കാലയളവ് നോമ്പ് ഞാൻ നേർച്ച നേരാണ് പറയാൻ പാടില്ല. സമ്പത്ത് അനുകൂലമാണ്, സാങ്കേതിക സൗകര്യങ്ങൾ അനുകൂലമാണ്, യാത്രാ പ്രയാസങ്ങളില്ല, ആരോഗ്യ സുസ്ഥിതിയുമുണ്ട്, ഈ വർഷം ഞാനിതാ ഹജ്ജിന് നേർച്ച നേരുകയാണ് എന്ന് ആ കക്ഷി പറയേണ്ടതില്ല. അവൻക്ക് ഹജ്ജ് നിർബന്ധാണ്. അപ്പോ നിർബന്ധമായതിനെ നിർബന്ധമാക്കണ്ട. അതേപോലെ സ്വാഭാവികമായ ഹലാലായ സംഗതികളും നേർച്ചക്കേണ്ട ആവശ്യമില്ല. ഈ ഒരാഴ്ച ഞാൻ വീട്ടിൽ രാത്രി കൃത്യം 8 മണിക്ക് രാത്രി ഭക്ഷണം കഴിക്കും, നേർച്ച നേരാൻ, അത് പറയേണ്ട ആവശ്യമില്ല. കാരണം അതിൽ പുണ്യം പ്രതീക്ഷിച്ച് നിർവഹിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഐച്ഛികമായി നിർബന്ധമല്ലാത്തൊരു പുണ്യകർമ്മം നിർബന്ധമാക്കലാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വരുന്ന തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പ് ഞാൻ നിർവഹിക്കും, നിർബന്ധമായി നേർച്ച നേരുകയാണ് എന്ന് പറഞ്ഞാൽ ആ നോമ്പ് നിർവഹിച്ചിരിക്കണം, നോറ്റിരിക്കണം. അതേപോലെ ഞാൻ 10 അഗതി കുടുംബങ്ങൾക്ക് ഒരു മാസം 1000 രൂപയുടെ ഭക്ഷണ കിറ്റ് എന്ന നിലക്ക് ഒരു വർഷം 12 കിറ്റ് നിങ്ങൾ നിർദ്ദേശിച്ച ഇന്ന കുടുംബത്തിന് നൽകാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു വർഷം 12,000 രൂപ ചെലവഴിച്ച് യഥാമാസങ്ങളിൽ കിറ്റ് കൊടുക്കണം. അത് നിർബന്ധമായി തീർന്നു. അതാണ് നേർച്ച എന്ന് പറഞ്ഞാല്. ഇതില് ആനുണ്ടോ? ഇതില് വെടിമരുന്നുണ്ടോ? ഇതിൽ ഏതെങ്കിലും തരത്തിൽ ബഹളങ്ങളുണ്ടോ? രാത്രി 12 മണിക്ക് സംഗമിക്കേണ്ട ആവശ്യമുണ്ടോ? നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട രീതിയുണ്ടോ? സ്ത്രീകളും പുരുഷന്മാരും സംഗമിക്കേണ്ട ആവശ്യമുണ്ടോ? സ്ത്രീകളെ ജുമാക്ക് പങ്കെടുപ്പിക്കുന്നതിനെതിരെ, നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്നതിനെതിരെ ഉത്ബോധനം സ്വീകരിച്ച് അവരവരുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും മക്കൾക്ക് പാരന്റിങ് കൊടുക്കേണ്ട വിഷയത്തിലും അവരുടെ പരലോക ജീവിതത്തിലേക്കുള്ള തസ്കിയത്ത് നേടിയെടുക്കാൻ അവസരമൊരുക്കുന്ന ജുമാ ഖുത്ബകളിൽ സ്ത്രീകൾ എല്ലാ അദബുകളും മര്യാദയും മാന്യതയും പാലിച്ച് പങ്കെടുക്കുന്നതിനെതിരെ ആക്രോശമുണ്ടാക്കിയ ആളുകള്
വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല. ജാറങ്ങളിൽ മക്ബറകളിൽ ആൺപെൺ സങ്കലനം നടക്കുകയാണ്. അപ്പവാണിപ്പ നേർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ പ്രത്യേക വേലിക്കെട്ടുകളോ അതിർവരമ്പുകളോ ഒന്നുമില്ല. അപ്പോ അത്തരത്തിലുള്ള പ്രാമാണികമല്ലാത്ത നേർച്ചകളിലേക്ക് ഉറൂസുകളിലേക്കൊക്കെ സ്ത്രീകൾക്ക് പോകാം. കാരണം എന്താ? ആ നേർച്ചകളിലൂടെ വരുമാന സാധ്യതയുണ്ട്. ഖബർ വ്യവസായം നടക്കുകയാണ്, ആത്മീയ ചൂഷണം നടക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യരുടെ മനോവിഷമങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ഇന്ന കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ട് ഇന്ന രൂപത്തിൽ നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ സാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ അങ്ങനെ ഒരു നേർച്ചയില്ല, ഐച്ഛികമായത്. ഇനി അങ്ങനെ നേർച്ച നേർന്നാൽ തന്നെ ഹദീസുകൾ നമ്മൾ നേർച്ചയുടെ വിഷയത്തിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ഒരാൾ നേർച്ച നേരാൻ അൻ അബീ ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തൻദുറു, നിങ്ങൾ നേർച്ച നേരരുത് എന്ന് പറയാ. നേർച്ച നേരരുത്. തീർച്ചയായും നേർച്ച എന്ന് പറയുന്നത് ലാ യുഗ്നി മിനൽ ഖദ്രി ശൈഅ, വിധിയിൽ നിന്ന് ഒന്നിനെയും മാറ്റിപ്പണിയാൻ സാധ്യമല്ല. വഇന്നമാ യുസ്തഖറജു ബിഹി മിനൽ ബഖീൽ, പിശുക്കന്റെ പോക്കറ്റിൽ നിന്ന് വല്ലതും പുറത്തിറക്കുമെന്നല്ലാതെ. പള്ളിക്ക് വരിസംഖ്യയായി 100 രൂപ കൊടുക്കാത്തവരും ചിലപ്പോ എന്ത് ചെയ്യും? 10,000 രൂപ അസുഖം മാറിക്കഴിഞ്ഞാൽ കൊടുക്കാമെന്ന നിയ്യത്ത് വെക്കാം. ഉണ്ടോ? അപ്പൊ അതെന്ത് ചെയ്യാം? ഈ 100 രൂപ കൊടുക്കാത്തവന് അവന്റെ ജീവിതത്തിലെ പ്രയാസം പരീക്ഷ ഉണ്ടായ സമയത്ത് അത് പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായി നേർച്ചയെ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം. അതും കണ്ടീഷൻ വെക്കാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയാണ്. പടച്ചോൻ എന്റെ ഈ അസുഖം നീ മാറ്റി തരികയാണ് എങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ 10 സ്ക്വയർ ഫീറ്റ് ഞാൻ സ്പോൺസർ ചെയ്യും. അള്ളാഹുവേ എന്റെ മകളുടെ പ്രസവം നീ സുഖപ്രസവമാക്കി കഴിഞ്ഞാൽ അള്ളാഹുവേ നിന്റെ മാർഗത്തില് പാവപ്പെട്ട ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി 25,000 രൂപ ഞാൻ നീക്കി വെക്കും എന്ന് പറയാറുണ്ട്. ഇതല്ലാത്ത രൂപത്തിലാണ് പറയാറുള്ളത്. അടുത്ത ഖുത്ബയിൽ അതിന്റെ കാര്യകാരണ ഉദാഹരണ സഹിതം വ്യക്തമാക്കാനുണ്ട്. കാരണം ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, സുഖപ്രസവം നടക്കാൻ വേണ്ടി, കച്ചവടം ലാഭമുണ്ടാകാൻ വേണ്ടി പല കേന്ദ്രങ്ങളിലേക്കാണ് പോകാറുള്ളത്. അവിടെയുള്ള ആളുകളെ മൺമറഞ്ഞവരെ ഔലിയാക്കളായി പ്രതീകവൽക്കരിച്ചുകൊണ്ട് അങ്ങനെ പോയി ശിർക്കിലേക്ക് എത്തിപ്പെടുന്നതിന്റെ ഗൗരവം സംസാരിക്കാനുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നേർക്കുനേരെ പറയാ, ശിർക്ക് കലരുന്ന, ഹറാമ് വരുന്ന, ബിദ്അത്ത് വരുന്ന നേർച്ചയല്ല. ഏറ്റവും റൂട്ട് ശരിയായ മതം പഠിപ്പിച്ച നേർച്ചയെ കുറിച്ച് തന്നെയാ പ്രവാചകൻ പറഞ്ഞത്. നേർച്ചയെ ഇസ്ലാം ആ ഒരർത്ഥത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം. അല്ലേ? പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അഥവാ ചെയ്യാം, ഹലാലാണ്, അനുവദനീയമാണ്, പക്ഷെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ലഭിക്കും എന്ന നിലക്ക് നേർച്ച നേർന്നത് കൊണ്ടായില്ല. അതേപോലെ തന്നെ പകരം പറഞ്ഞുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് പകരം ചോദിക്കുക, ഉപാധി വെക്കുക. മനുഷ്യർക്കിടയിൽ നീ അത് തന്നാൽ ഞാൻ നിനക്ക് ഇത് തരാം എന്ന നിലക്ക് പാടില്ല. നീ എനിക്കത് നൽകിക്കഴിഞ്ഞാൽ അള്ളാഹുവെ ഞാൻ സ്വതക്ക ചെയ്യാം, ഇന്നത് നിർവഹിക്കാം, ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കാം, ഐച്ഛികമായ നോമ്പ് ഈ മാസത്തിൽ തിങ്കളും വ്യാഴവും നോറ്റുകൊള്ളാം, അനാഥാലയം സന്ദർശിക്കാം എന്ന് നമ്മൾ പറയാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അതിലൂടെ നമ്മളുടെ കാര്യങ്ങൾ അനുകൂലമായി കിട്ടും എന്നും വിചാരിക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് നമ്മൾ നേർച്ച നേരാൻ, അള്ളാഹ്ക്ക് നേർച്ച നേരാൻ. അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുകയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അനുകൂലമാകും, കച്ചവടമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടും, ഞാൻ തിങ്കളും വ്യാഴമൊക്കെ നേർച്ച നേർന്നൊരു മാസമാണ് നോമ്പ് നോൽക്കാൻ, 10 യതീം മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ, അവരെ പരിചരിക്കാൻ, അത് ഞാൻ നേർച്ച നേരുക, അത് ഞാൻ നിർബന്ധമായി നിർവഹിക്കുകയും ചെയ്യും. അതുവഴി എൻ്റെ കാര്യങ്ങളൊക്കെ അനുകൂലമായി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല എന്നാണ് പ്രമാണങ്ങളിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചത്. അതാണ് ഹദീസിന്റെ അവസാന ഭാഗത്തിൽ ലാ യുഗ്നി മിനൽ ഖദ്രി ശൈഅ, ഖദറിലെ വിധിയെ നേർച്ചക്ക് വഴിമാറ്റാൻ സാധ്യമല്ല. വഇന്നമാ യുസ്തഖറജു ബിഹി മിനൽ ബഖീൽ, പിശുക്കനിൽ നിന്ന് ചില സമ്പത്ത് പുറത്തു കൊണ്ടുവരുമെന്നല്ലാതെ. അൻ ഇബ്നു ഉമറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു നഹാ അനിൻ നദിരി ഖാല ഇന്നഹു ലാ യഅതി ബിഖൈരിൻ, നിങ്ങൾക്ക് നേർച്ച നന്മ കൊണ്ടുവരികയില്ല. ഭൗതികമായുള്ള നന്മ, നിങ്ങൾ വിചാരിച്ച സംഗതി നിങ്ങൾക്ക് അനുകൂലമാക്കി തരികയില്ല. വഇന്നമാ യസ്തഖറജു ബിഹി മിനൽ ബഖീൽ, അവിടെ എങ്ങനെയാ പ്രയോഗിച്ചത്? ബഖീലിൽ നിന്ന്, പിശുക്കനിൽ നിന്ന് പണം പുറത്തിറക്കുക എന്നതല്ലാതെ. അൻ ഇബ്നു ഉമർ മറ്റൊരു ഹദീസിൽ ഖാൽ അന്നദറു ലാ യുഖദ്ദിമു ശൈഅ, നേർച്ച എന്ന് പറയുന്നത് ലാ യുഖദ്ദിമു ശൈഅ, ഒരു കാര്യത്തെയും മുന്തിക്കുകയില്ല, വലാ യുഅഖിറു, പിന്തിക്കുകയുമില്ല. വഇന്നമാ യസ്തഖർജു മിനൽ ബഖീൽ, അതിങ്ങനെ ചില ആളുകളിൽ നിന്ന് പൈസ അടക്കി പിടിക്കുന്ന ആളുകൾ ചിലപ്പോൾ ചെലവഴിക്കല് ഈ ജാതി കാര്യങ്ങൾക്കാ. എന്നാൽ അവിവേകികളായ ആളുകൾ ഹലാലായ നേർച്ചക്കല്ല ചെലവഴിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ സങ്കടകരം. വിരോധാഭാസം എന്ന് പറയുന്നത് ഹറാമിലേക്കും ശിർക്കിലേക്കുമാണ് പണം കൊണ്ടുപോയി കൊടുക്കുന്നത്. നമ്മുടെ വിധിയെ മാറ്റാൻ, നമുക്ക് കാര്യങ്ങൾ അനുകൂലമായി കിട്ടാൻ ഏത് വഴിയാ സ്വീകരിക്കേണ്ടത്?
അതിനെ നേർച്ചയല്ല ഉപയോഗപ്പെടുത്തേണ്ടത്. അതിന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ലാ യുറദ്ദുൽ ഖളാ ഇല്ല ദുആ. വിധിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നത് ഇല്ല ദുആ, പ്രാർത്ഥന കൊണ്ടല്ലാതെ അല്ല എന്ന് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അനുവദിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് പ്രമാണം പഠിപ്പിച്ച രൂപത്തിൽ ഒരാൾ നേർച്ച നേരാൻ, ആ നേർച്ച നിർവഹിക്കാതെ പോയി കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യണം. അതുകൊണ്ടാ ഇത് മതം പ്രോത്സാഹിപ്പിക്കാത്തത്. കാരണം പുണ്യകർമ്മം നേർച്ച നേരാതെ തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെയാ, പുണ്യകർമ്മം നേർച്ച നേരേണ്ട ആവശ്യമില്ല. തിങ്കളാഴ്ച നോമ്പ് നിൽക്കണം, വ്യാഴാഴ്ച നോമ്പ് നോൽക്കാം. അതേപോലെ അഗതികളും അവശരും നിരാലംബരുമായ ആളുകളെയൊക്കെ സഹായിക്കണം. അതാരും നേർച്ച നേരാതെ തന്നെ ആ പുണ്യകർമ്മങ്ങൾ അത്രമേൽ പ്രതിഫല ലബ്ധിയോടെ സാധ്യതയോടെ പഠിപ്പിക്കപ്പെട്ടതാണ്. എന്നിരുന്നാലും നേർച്ച എന്ന നിലക്ക് നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, പ്രതിജ്ഞയാക്കി കഴിഞ്ഞാൽ, പിന്നെ അത് നിർബന്ധമായി, അത് വാജിബായി, അത് നിർവഹിക്കാതെ പോയി കഴിഞ്ഞാൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ ആയത്തിൽ കഫാറത്തുൻ നദിരി കഫാറത്തുൽ യമീൻ എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്, അഥവാ ഈ ആയത്തിന്റെ വിശദാംശങ്ങളിൽ കഫാറത്തുൻ നദിരി, നേർച്ചക്കുള്ള പ്രായശ്ചിത്തം, നേർന്നിട്ട് അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, ആ നേർച്ച പൂർത്തീകരിക്കാതെ പോയി കഴിഞ്ഞാൽ കഫാറത്തുൽ യമീൻ, സത്യം പറഞ്ഞ് ആ സത്യലംഘനം നടത്തിയതിന്റെ കഫാറത്ത് തന്നെയാണ്. സത്യലംഘനം നടത്തിക്കഴിഞ്ഞാൽ അതിന് നിർവഹിക്കേണ്ട പ്രായശ്ചിത്തം 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ ആയത്തിലൂടെ അള്ളാഹ് പഠിപ്പിച്ചു തരാ. എന്തൊക്കെയാ നിർവഹിക്കേണ്ടത്? അതേ കാര്യം തന്നെ, പ്രായശ്ചിത്തം തന്നെയാണ്. തീർച്ചയായും നേർച്ചയിൽ വിഘാതം വരുത്തി കഴിഞ്ഞാലും അതിൽ 3 ദിവസം തുടർച്ചയായി നോമ്പ് വിൽക്കുക, 10 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക, അതേപോലെ 10 അഗതികൾക്ക് മാന്യമായ വസ്ത്രം കൊടുക്കുക. അപ്പൊ 10 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക, അതല്ലെങ്കിൽ 10 അഗതികൾക്ക് മാന്യമായ വസ്ത്രം കൊടുക്കുക, അതല്ലെങ്കിൽ അടിമമോചനം നടത്തുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ 3 ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കുക. അതിന്റെ ഗൗരവം കൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ, ആ വിഷയം സത്യലംഘനം നടത്തിക്കഴിഞ്ഞാൽ നൽകപ്പെടേണ്ട പ്രായശ്ചിത്തം ആയത്തിലൂടെ നേർക്ക് നേരെ പടച്ചറബ് ഇത്രമേൽ ഗൗരവത്തിൽ ബോധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ പലർക്കും, ദമ്പതികൾ ദാമ്പത്യത്തിനിടക്ക്, സൗഹൃദങ്ങൾക്കിടക്ക്, വിശ്വാസികൾക്കിടക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സത്യവും അതിന്റെ ലംഘനവും വലിയ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. അതും സവിസ്തരം സംസാരിക്കപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ ഇത് ഇപ്പോൾ പറയാൻ കാരണം കഫാറത്തുൻ നദർ, നേർച്ചയുടെ പ്രായശ്ചിത്തവും അതുപോലെ തന്നെയാണ്. അവ നേർച്ച നേർന്നു കഴിഞ്ഞാൽ, അതിന് നിന്ന് കഴിഞ്ഞാൽ, ആ രൂപത്തിൽ നിയ്യത്താക്കി കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നന്മയുണ്ട്, അതിന്റെ പ്രതിഫലമുണ്ട്. വിശ്വാസികളുടെ ഗുണം വിശദീകരിച്ചിടത്ത് യൂഫൂന ബിന്നദിരി, അവർ നേർച്ച പൂർത്തിയാക്കുന്നവരാണ് എന്നും, ഏത് രൂപത്തിലാണ് അവർ നേർച്ച നേർന്നത് എന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുമെന്ന് സൂറത്തുൽ ബഖറയിലും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രമാണ പരിസരത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കുകയും അങ്ങനെ ഏടുകളിൽ നിന്നായിരിക്കണം ദീനി ജീവിതം നമ്മൾ നേടിയെടുക്കുകയും ചെയ്യേണ്ടത്. അതല്ലാതെ നാട്ടാചാരങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ സന്മാർഗവും സമയവും സമ്പത്തും നഷ്ടപ്പെടുത്തുന്ന, അവസാനം ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പോയി നിന്നു കൊടുക്കേണ്ട ഗതികേട് ഈ ഉമ്മത്തിന് ഉണ്ടാകാതിരിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ كما يحب ربنا ويرضى واشهد ان لا اله الا الله وحده لا شريك له صلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, നേർച്ചയുമായി ബന്ധപ്പെട്ട ഇതിന്റെ അടുത്ത ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ അവതരിപ്പിക്കാവുന്നതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വരുന്ന ജനുവരി 15 നമ്മൾ പ്രതിവർഷവും ഓർമ്മപ്പെടുത്താറുണ്ട്. ജനുവരി 15 പാലിയേറ്റീവ് ദിനമാണ്. പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ സാന്ത്വന പരിചരണമാണ്. പാലിയം എന്ന വാക്കിന്റെ അർത്ഥം സാന്ത്വനം നൽകുക എന്ന, പുതപ്പിട്ട് കൊടുക്കുക എന്നാണ്. നമ്മൾ പുതപ്പിട്ട് കൊടുക്കേണ്ട, സാന്നിധ്യം നൽകേണ്ട, സേവനം നൽകേണ്ട, സമയം കൊടുക്കേണ്ട, നമ്മെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചവരാണവർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവരാണവർ, നമ്മുടെ കൂടെ കടകളിലും ഹോട്ടലുകളിലും ഒക്കെയായി ഇരുന്ന് ഒരുമിച്ച് സംസാരിച്ച് കാര്യങ്ങൾ പങ്കുവെച്ച് ചായ കുടിച്ച് ഭക്ഷണം കഴിച്ചവരാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു വേള കടന്നു വന്നവരാകാം. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് നമ്മുടെ കൺവട്ടങ്ങളിലില്ല. അവർ 4 ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആളുകളെയും ആകാശവും കാണാതെ പാലിയേറ്റീവ് വാഹനങ്ങളുടെ, ഗ്രഹപരിചരണ വാഹനത്തെ പ്രഭാതത്തിൽ കാത്തിരിക്കുന്ന നിരാലംബരായ രോഗികൾക്ക് അത്താണിയും ആശ്വാസവും ആയിത്തീരുന്ന
കേരളീയ സമൂഹത്തിലെ സന്നദ്ധ സൗജന്യ സമഗ്ര സംവിധാനമാണ് പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. വടകരയിലുണ്ട്, തണൽ നടത്തിക്കൊണ്ടിരിക്കുന്നതുണ്ട്, കൊയിലാണ്ടിയിലെ നിയാർക്ക്, എല്ലാ ജില്ലകളിലും. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവിൽ 100ഓളം പാലിയേറ്റീവ് ക്ലിനിക്കുകൾ, കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കിപ്പിൽ ഒരു 100ഓളം പാലിയേറ്റീവ് ക്ലിനിക്കുകൾ. അതിൽ ഒരുപാട് വളണ്ടിയേഴ്സ്, ഡോക്ടേഴ്സ്, കൂലിപ്പണിക്കാർ, പണക്കാര്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച വിദ്യാസമ്പന്നരായ ആളുകൾ, എന്നാൽ സാധാരണ തൊഴിലിന് പോകുന്ന ആളുകൾ, ഒരുമകൾക്കിടമില്ലാത്ത കാലത്ത് മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന സാന്ത്വന പരിചരണത്തിന്റെ സ്നേഹവീതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. നമ്മുടെ പഞ്ചായത്തിനകത്തും നമ്മുടെ മുനിസിപ്പാലിറ്റികളിലും നമ്മുടെ നാടുകളിലുമുള്ള പാലിയേറ്റീവ് സംരംഭങ്ങളെ നമ്മൾ അടുത്തറിയണം. കാരണം ആത്മീയമായും ഐഹികമായും ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിക്കുന്ന സവിശേഷമായ സംരംഭമാണ് പാലിയേറ്റീവുകൾ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂല് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹദീസുകളിലൂടെ രോഗീ പരിചരണം പറഞ്ഞ പദപ്രയോഗമാണ് ടോട്ടൽ കെയർ. സമഗ്ര പരിചരണമാണ് ഒരു രോഗിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് പാലിയേറ്റീവിന്റെ മുഖമുദ്ര എന്ന് ഇടക്കിടക്ക് പാലിയേറ്റീവിന്റെ ശില്പശാലയിൽ കേൾക്കാറുണ്ട്. പ്രവാചകൻ പറഞ്ഞല്ലോ, രോഗിയെ സന്ദർശിക്കുന്ന പദം തന്നെ അഴിയാദത്തുൽ മറല്ല എന്നാണ്. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അവനെ ഫഉദുഹു എന്നാണ്. ഫഉദുഹു എന്ന് പറഞ്ഞാൽ അഴിയാദത്തി എന്നാണ്. സാധാരണ അറബിയിൽ സന്ദർശിക്കുക എന്നതിനെ സാറ യസൂറു സിയാറത്തി എന്നാ പറയുക, സന്ദർശനം എന്നതിനെ. പക്ഷെ രോഗി സന്ദർശനത്തിന് വേണ്ടി പ്രയോഗിക്കപ്പെട്ട പദം അഴിയാദത്തി എന്നാണ്. അറബ് നാടുകളിൽ ക്ലിനിക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അഴിയാദത്തി എന്ന്. ഒരു ക്ലിനിക്കിൽ കയറിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന പരിചരണം, അതാണ് ടോട്ടൽ കെയർ എന്ന് പറഞ്ഞാൽ. ആ പരിചരണത്തിന് തുല്യമായ പരിചരണം നൽകാനുള്ള മാനസികാവസ്ഥയുമായിട്ടായിരിക്കണം ഒരു മുസ്ലിം രോഗിയായ മറ്റൊരു മനുഷ്യനെ സന്ദർശിക്കേണ്ടത് എന്ന പദമാണ് അഴിയാദത്തുൽ മർല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒഫീഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് സന്ദർശിച്ച് ഇറങ്ങി വരലല്ല, മറിച്ച് രോഗിയെ സന്ദർശിക്കുമ്പോൾ ആ രോഗിയെ കിടത്തിയിരിക്കുന്ന ബെഡ് വാട്ടർ ബെഡാണോ, എയർ ബെഡാണോ, കട്ടിൽ ഉയർത്താൻ സാധിക്കുന്നതാണോ, ഭക്ഷണം കൊടുക്കുന്നത് മൂക്കിൽ പൈപ്പിട്ടത് എങ്ങനെയാണ് കൊടുക്കുന്നത്, ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതിന് മുമ്പേ മൂക്കിൽ പൈപ്പിട്ട രോഗിക്ക് നാവിൽ ആ ഭക്ഷണത്തിൽ നിന്ന് തൊട്ട് കൈകൊണ്ട് തൊട്ടെടുത്ത് എന്നിട്ട് നാവിൽ പറ്റിപ്പിച്ചു കൊടുത്ത് ആ രോഗിയുടെ മനസ്സിൽ ഞാനൊരു ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്ന ടെൻഡൻസി ഉണ്ടാക്കാൻ പാകത്തിലുള്ള ലിറ്ററസി, രോഗി പരിചരണത്തിൽ ആ ഒരു സാക്ഷരത നേടിയെടുക്കണമെങ്കിൽ ആത്മീയതയുടെ രോഗീ പരിചരണത്തിന്റെ കൂടെ പാലിയേറ്റീവിന്റെ തലമുടി മുതൽ കാലിന്റെ നഖം വരെ എങ്ങനെ ഒരു രോഗിയെ പരിചരിക്കണമെന്ന ശില്പശാല നമ്മൾ അടുത്തറിയണം. അപ്പൊ വല്യുമ്മയെ, വല്യുപ്പയെ, മാതാവിനെ, പിതാവിനെ, അതേപോലെ തന്നെ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെയൊക്കെ നമുക്ക് ആ ഒരു അർത്ഥത്തിൽ പരിചരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പരിചരണ ലക്ഷ്യവുമായി നമുക്ക് അയൽപ്പക്കങ്ങളിലേക്കൊക്കെ സന്ദർശനം നടത്തുവാനും കഴിയും. അങ്ങനെയുള്ള വലിയ ഒരു സംരംഭത്തെ ഈ ജനുവരി 15 ബന്ധപ്പെടുത്തി നമ്മൾ അടുത്തറിയുകയും അങ്ങനെ അതിന്റെ ഹോം കെയറിൽ, ഗ്രഹപരിചരണ വാഹനത്തിൽ ഭാര്യാസമേതം നമ്മളൊന്ന് കയറി ഒരു 4 ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ട കിഡ്നി ഫെയിലിയർ സംഭവിച്ച ക്യാൻസറിന്റെ 4th സ്റ്റേജിലായ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയിട്ടുള്ള രോഗിക്ക് വേണ്ടി പരിചരണം കൊടുക്കുന്ന രംഗം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹോം കെയർ വളണ്ടിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതാഭിലാഷങ്ങൾക്ക്, ആർത്തിക്ക്, അത്യാഗ്രഹങ്ങൾക്ക് അറുതി ഉണ്ടായിത്തീരും. 1 മണിക്കൂർ പ്രഭാഷണം കേൾക്കുന്നതിലുപരിയായിക്കൊണ്ട് തസ്ദിയത്തിന്റെ നിറവ് നൽകുന്ന നിമിഷങ്ങളായി പാലിയേറ്റീവിന്റെ ഹോം കെയർ സർവീസുകൾ മാറും. വഴിതെറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ മക്കൾക്ക് റീൽസുകളിൽ നിന്ന് റിയൽ ലൈഫുകളിലേക്ക് കൊടുക്കും പാലിയേറ്റീവിന്റെ SIP എന്ന് പറയുന്ന വിദ്യാർത്ഥി വിഭാഗങ്ങൾ. നമ്മുടെ കൗമാരത്തെ, നമ്മുടെ യൗവനത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ അതിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നന്മകളിൽ ഭാഗവാക്കായി തീരാൻ അനുഗ്രഹം നൽകുമാറാകട്ടെ. പ്രഭാതത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചാൽ വൈകുന്നേരമാകുന്നത് വരെ, രാത്രി വരെ 70,000 മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുക. രാത്രി ഒരു രോഗിയെ സന്ദർശിച്ചാൽ പ്രഭാതമാകുന്നത് വരെ 70,000 മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുകയാണ്. ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ ആ സന്ദർശിക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ നുസുല, സൽക്കാരം സംവിധാനിക്കപ്പെട്ടു എന്നാണ് ഹദീസ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന മൾട്ടി പർപ്പസ് ആൻഡ് ബെനിഫിറ്റ്സ് ഇനിയും ഈ ഉമ്മത്ത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ ഉത്ബുദ്ധർ നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഏജൻസികൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാളും വലിയ തുക സക്കാത്തിൽ നിന്ന്, സദഖയിൽ നിന്ന്, സദഖ ജാരിയകളിൽ നിന്ന് ഈ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കാൻ നമുക്ക് സാധിക്കുന്നത്. ആ അഭിമാനം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ലഭിച്ചാൽ പോരാ. സൽക്കർമ്മകാരികൾ
അഹങ്കാരികളായ ഏതെങ്കിലും ഒരു വിഭാഗം മനുഷ്യർക്ക് മാത്രം കിട്ടിയാൽ പോരാ, വിശ്വാസികൾക്ക് കിട്ടിയാൽ പോരാ. ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും മക്കളും ഇണകളും മാതാപിതാക്കളും ഒക്കെ പല വിധത്തിലായിട്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങളുമായി സഹകരിക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലായി ജനുവരി 15 പാലിയേറ്റീവ് ദിനത്തെ തീർച്ചയായിട്ടും നമ്മൾ വരവേൽക്കുക. റോഡ് സൈഡുകളിലും അങ്ങാടികളിലും ഗ്രാമീണ അന്തരീക്ഷങ്ങളിലും പാലിയേറ്റീവിന്റെ വളണ്ടിയേഴ്സ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സമ്പത്തിന്റെ ഒരു വിഹിതം തുട്ടിനു വേണ്ടി അവരങ്ങനെ കാത്തിരിക്കുമ്പോൾ കൈ കാണിക്കുന്ന സമയത്ത് അതിനെ മാറ്റി നിർത്താതെ വല്ലതും നൽകി അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിയ്യത്താക്കുന്ന സർവ്വ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു സാഫല്യം നൽകുമാറാകട്ടെ. നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ കർമ്മങ്ങളും നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ പ്രമാണ വിരുദ്ധമായ കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഹലാലിന്റെയും ധർമ്മത്തിന്റെയും നന്മയുടെയും സഹജീവി സ്നേഹത്തിന്റെയും സൽക്കർമ്മ വൈവിധ്യം കൊണ്ട് നശ്വരമായ ജീവിതത്തെ സാക്ഷാത്കരിച്ച് സ്വർഗം നേടിയെടുക്കുന്ന ഉത്ബുദ്ധരും ഉറ്റാലോചിക്കുന്നവരുമായ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ മരണപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളാക്കി തീർത്തവര് അവർ കൊണ്ട വെയിലിന്റെ തണലാണ് നാഥാ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബർസഖിയായ ജീവിതം നീ സ്വർഗീയ അനുഭൂതി ഉള്ളതാക്കി തീർക്കണമേ നാഥാ. ഈ പ്രദേശത്തുകാരനായ സൂഫി ഹാജിയുടെ കുടുംബ ബന്ധു മരണപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏറാമല കുഞ്ഞമ്മദ് സാഹിബ് മരണപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു ഇരുവർക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതേപോലെ നമ്മുടെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലും മരണപ്പെട്ടവർക്ക് നാഥൻ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. രോഗികൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. ചികിത്സ ഫലപ്രദമായി തീരുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ഉപജീവനത്തിലും ഹലാലായ മേഖലകളിലുമൊക്കെ നാഥ നീ ബറക്കത്ത് വർദ്ധിപ്പിച്ച് തരണമേ. അള്ളാഹുവേ, എല്ലാ തരത്തിലും ജീവിതത്തിലെ നിറം നഷ്ടപ്പെട്ട് ഭയചകിതമായ അന്തരീക്ഷത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ മണ്ണിലെ പാവപ്പെട്ട പീഡിത സമൂഹം അള്ളാഹുവേ, അവർക്ക് നീ സമാധാനം നൽകണമേ. കൊല്ലപ്പെട്ടവർക്ക് ഷഹാദത്ത് നൽകണമേ. ആ പോരാട്ടത്തിന്റെ സമാപ്തി ആ മണ്ണിന്റെ മനുഷ്യർക്ക് അള്ളാഹുവേ നീ സ്വാതന്ത്ര്യ സാഫല്യം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. തിരിച്ചുവരവ് പ്രദാനം ചെയ്യണമേ നാഥാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا لا تزغ قلوبنا